കൊച്ചിയിൽ ഇന്നലെ മുഴുവൻ നിറഞ്ഞു നിന്ന വാർത്ത സഭാ തർക്കത്തിൻ്റെതാണ്. ഇന്നും കൊച്ചിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരാനുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വിഭാഗം വിശ്വാസികൾ നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ഉപരോധ സമരം വൈകിട്ട് ബിഷപ്പ് ഹൗസിന് വളപ്പിനകത്തേക്ക് മാറ്റിയിരുന്നു. പ്രശ്നപരിഹാരത്തിനായി ഇന്ന് കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ ചർച്ച നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഡാനി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഡാനി, ഇന്നലെ സംഘർഷഭരിതമായിരുന്നു. ഏത് നിമിഷം അവിടെ നിന്ന് ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ഇന്നലത്തെ ദിവസം മുഴുവൻ കാര്യങ്ങൾ നടന്നത്. ഇന്നിപ്പോൾ ചർച്ചയൊക്കെ കളക്ടർ വിളിച്ചിട്ടുണ്ടല്ലോ. ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? ശ്രീജ, ഈ വിഷയത്തിൽ ഇതിനു മുൻപും ഈ ബസിലിക്കയുമായി ബന്ധപ്പെട്ട് ബസിലിക്കയ്ക്ക് സമീപം ബിഷപ്പ് ഹൗസ് ഉണ്ടായത് ഈ ഒരു ഏരിയ പലപ്പോഴും തന്നെ കുർബാന ഏകീകരണ വിഷയം മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമരങ്ങളുണ്ടാകുമ്പോൾ ആ സ്ഥലം പൊതുവിൽ സംഘർഷഭരിതമാകുന്നു. അത് കഴിഞ്ഞ ദിവസവും അതിൻ്റെ തന്നെ ഒരു തുടർച്ച തന്നെയാണ് ഉണ്ടായത്. ഇതിനു മുൻപ് ബസിലിക്ക അടച്ചുപൂട്ടേണ്ടി വന്ന നാളുകൾ ഏതാണ്ട് ഇതിപ്പോൾ അത്തരമൊരു നടപടിയെല്ലാം തന്നെയാണ് മുഖാമുഖം കാണുന്നതെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെയുണ്ടായ പോലീസ് നടപടി, അതിനെതിരായ പ്രതിഷേധം ഇന്നലെ മുഴുവനായും അത് നീണ്ടുനിന്നു. ഇന്നലെ രാത്രിയോടുകൂടി പ്രതിഷേധിക്കുന്നവർ, വിശ്വാസികളുടെ ഒരു വലിയ വിഭാഗം, ഇവർ വൈദികർ അടക്കം പോലീസ് വിലക്ക് ലംഘിച്ചുകൊണ്ട് പോലീസ് അവിടെ തടുത്തു നിർത്തുന്നു. പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് ബസിലിക്ക വഴി ബിഷപ്പ് ഹൗസിൻ്റെ മുൻവാതിൽ പോലീസ് പൂർണ്ണമായും തന്നെ അടച്ചു. പക്ഷേ അതിൻ്റെ സൈഡ് ഡോർ വഴി ഇപ്പുറത്തേക്ക് വന്ന് വളപ്പിനകത്ത് കയറിയിരിക്കുകയാണ്. നിലവിൽ ഈ സമരക്കാർ ഇപ്പോൾ സത്യത്തിൽ ബിഷപ്പ് ഹൗസിൻ്റെ ആ ഒരു കോമ്പൗണ്ടിനകത്താണ്. അതിനകത്താണ് ഇപ്പോൾ സമരം ചെയ്യുന്നത്. ഇന്നലെ രാത്രിയും അത് തുടരുകയും ചെയ്തു. പോലീസ് കാവലുണ്ടായിരുന്നു. പക്ഷേ പോലീസ് നടപടി ഇനി അത്ര ഒരു പെട്ടെന്ന് അവരെ നീക്കം ചെയ്യുന്നതടക്കം ആ കാര്യങ്ങളിലേക്ക് പോകാനില്ല. കാരണം നേരത്തെ ഉണ്ടായ പോലീസ് നടപടിക്കെതിരെ വലിയ രീതിയിലൊരു വിമർശനം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു. പല വൈദികരെയും വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയും ആ റോഡിൽ കൊണ്ടുപോയി അവരെ വലിച്ച് നിർത്തുകയും എല്ലാം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അപ്പോൾ ഈ നടപടിക്കെതിരെ തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അത്തരം ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ സമരം കുറെ കൂടി പ്രക്ഷുബ്ധമാകുകയും എല്ലാം തന്നെ ചെയ്തത്. എന്തായാലും ആ സമരം തുടർന്നു. കോമ്പൗണ്ട് ബിഷപ്പ് പിന്നെ അകത്തേക്ക് കയറിയ ആരും തന്നെ പിരിഞ്ഞു പോകുന്നില്ല, അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെയുള്ള ഒരു അവസ്ഥ, പലരും തന്നെ കുർബാനയ്ക്കും കാര്യങ്ങൾക്കുമായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിലും അതായിരിക്കും സമരം ചെയ്യുന്നിടമെന്നെല്ലാം തന്നെ പ്രഖ്യാപിച്ച മടങ്ങിയത്. അവരെ വരുമ്പോൾ പോലീസ് തടുത്തു നിർത്താനുള്ളൊരു സാധ്യതയുമില്ല. ബിഷപ്പ് ഹൗസിനകത്തേക്ക് കയറുന്ന കെട്ടിടത്തിനകത്തേക്ക് കയറുന്നതിൽ പോലീസ് പ്രതിരോധിക്കുന്നുണ്ട്. എന്നാൽ അതിനകത്തേക്ക് കയറുന്നില്ല, തങ്ങളിവിടെ നിലയുറപ്പിക്കുന്നു എന്ന രീതിയിലാണ് അവരും ഉള്ളത്. ഏതായാലും ഇന്നും ആ സമരം തുടരുക തന്നെ ചെയ്യും. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ജില്ലാ കളക്ടറുടെ ഒരു അധ്യക്ഷതയിൽ ചർച്ച നടക്കുന്നു എന്നതാണ്. ഇന്നലെ സബ് കളക്ടറും അതോടൊപ്പം തന്നെ DCPയുടെയും അധ്യക്ഷതയിൽ ചർച്ച നടക്കുകയും അതിൽ കളക്ടർ പങ്കെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇതിലൊരു സമവായം എന്നൊരു കാര്യങ്ങളാണ് വരുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മേഖല ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങളെല്ലാം തന്നെ ബാധിക്കുന്നുണ്ട്. നഗരത്തിലെ ഏറ്റവും അടുത്ത ഒരു പ്രദേശമാണ്. അപ്പോൾ അതുവഴിയുള്ളൊരു ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് സമരമെല്ലാം തന്നെ മാറുന്നു. അപ്പോൾ ഇതിന് എന്താണ് മാർഗം, എന്താണ് ആവശ്യം എന്നത് സംബന്ധിയായ കാര്യങ്ങൾ ചർച്ച നടത്തും. വൈദികർ ആവശ്യപ്പെടുന്നത് അവരുടെ മറ്റു വൈദികരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഈ വൈദികരെ പിന്തുണച്ചെത്തിയവരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസ് അതിനെ വഴങ്ങിയില്ല. സമരം ചെയ്തവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. ഇനി എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചർച്ച നടത്തുന്നു. അതിന് സഭാ നേതൃത്വത്തിൽ നിന്ന് അതിൻ്റെ ഒരു പ്രതിനിധികളും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയോ ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ തന്നെയാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലായിരിക്കും ചർച്ചയെന്നാണ് അറിയുന്നത്. ഒപ്പം ഈ സമരസമിതി, അതിൻ്റെ പ്രതിനിധികൾ, അൽമായ മുന്നേറ്റം അടക്കമുള്ള സംഘടനകളുണ്ട്. വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, അതോടൊപ്പം തന്നെ അതിരൂപത സംരക്ഷണ സമിതി, വൈദികർ ഉൾപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സമരം ചെയ്യുന്ന അവരുടെ പ്രതിനിധികൾ എല്ലാവരും തന്നെ ഈ ചർച്ചയിലുണ്ടാകും. അപ്പോൾ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചർച്ചയിൽ ഇതിനൊരു സമവായം ഉണ്ടാകുമെന്നാണ് തീർച്ചയായും സമവായം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം ഇത് വളരെ പരിപാവനമായി കരുതപ്പെടുന്ന ഒരു മേഖലയാണ്. ബാക്കിയുള്ളതൊക്കെ വിടൂ, അത് ഒരു അതിരൂപതയുടെ ആസ്ഥാനമാണ്. അവിടെ ഒരു ബസലിക്ക പള്ളിയുണ്ട്, ആരാധന നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അങ്ങനെ അത്രയും പാവനമായൊരു സ്ഥലത്താണ് ഗേറ്റ് പൊളിച്ച് അകത്ത് കയറുക, തമ്മിൽ തല്ല്, കയ്യിൽ കിട്ടുന്ന സാധനം എടുത്ത് പരസ്പരം തല്ലുക, ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും ഒക്കെ സ്ഥലമാവേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ. ഇന്ന് അതിനുള്ള ചർച്ചകളാണ് കൊച്ചിയിൽ നടക്കുക. നമുക്ക് ആ